അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ എല്ലാ ദിവസവും തൗബ ചെയ്യണം കേട്ടോ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കണമെങ്കിൽ തൗബയാണ് ഏറ്റവും നല്ല വഴി. നിങ്ങളൊന്ന് തൗബ ചെയ്യണം എന്ന് നമ്മൾ ആരെയെങ്കിലും ഒന്ന് ഉപദേശിച്ചാൽ ആ വ്യക്തി നമ്മളെ ഉടനെ വഴക്ക് പറയുന്നത് ഏത് വിധത്തിലായിരിക്കും എന്നറിയോ? ഞാൻ തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയാനുള്ള കാരണം എന്താ? ഞാൻ എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയാണ്. ഞാൻ ഒരു മനുഷ്യനോട് തെറ്റ് ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ എന്നെയാണോ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയണത് എന്ന് ചോദിച്ച് നമ്മളോട് കയർത്ത് സംസാരിക്കും. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു ഒരുപാട് തെറ്റുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആരോടെങ്കിലും തെറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ചിന്തകളിലേക്ക് ആദ്യം വരുന്ന തെറ്റ് വ്യഭിചാരം, കൊല, മോഷണം, ഇതൊക്കെയാണ് അവർക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത്. അതുമാത്രമല്ല, പാപങ്ങൾ ഒരുപാട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ നശിപ്പിച്ചാൽ അതൊരു പാപമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മളുടെ ജീവിതത്തിലോട്ട് ആകർഷിക്കത്തക്ക വിധം നമ്മളുടെ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് പാപമാണ്. ശരീരാവയവങ്ങളെ ആകാരവെടിവോടെ വസ്ത്രം ധരിച്ച് നടക്കുന്നത് പാപമാണ്. നഗ്നത പ്രദർശിപ്പിക്കുന്നത് പാപമാണ്. ഔറത്ത് മറയ്ക്കാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് പാപമാണ്. അന്യപുരുഷന്മാരോട് അതിരുവിട്ട് സംസാരിക്കുന്നത് പാപമാണ്. നമ്മൾ ശിർക്ക് ചെയ്യുന്നത് പാപമാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അതോടൊപ്പം മറ്റ് വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്യുമ്പോൾ അതും പാപമാണ്. അങ്ങനെ ഒരുപാട് പാപങ്ങൾ നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ അഭാവത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പാപമാണ്. മാതാപിതാക്കളോട് എന്ന് സംസാരിക്കുന്നത് പാപമാണ്. ഒച്ച ഉയർത്തി ദേഷ്യപ്പെടുന്നത് പാപമാണ്. രൂക്ഷമായ നോട്ടം പാപമാണ്. അങ്ങനെ ഒരുപാട് പാപങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. അസ്സലാമു